അപ്പൊ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞങ്ങള് എല്ലാരും കൂടെ കറങ്ങാനായിട്ട് പോവാണ്. അപ്പൊ നമ്മൾ പോകുന്ന ബീച്ചിന്റെ പേരേതാ? ചോട്ടാ ബാലു എന്ന് പറഞ്ഞൊരു ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് കാണാം. ഓക്കെ. അപ്പൊ നമ്മള് അപ്പൊ കോൺസാ ചോട്ടാ ബാലു. അപ്പൊ ചോട്ടാ ബാലു എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്കാണ് പോകുന്നത്. ഒരു 10-15 പേരുണ്ട്. ഉപ്പറക്കോ. അപ്പൊ നല്ല ദൂരമാണ് ഗൈസ്. അതായത് നമ്മളന്ന് ചിടിയാട്ടാപ്പ് പോയില്ലേ, അതേ വഴിക്കാണ് പോകുന്നത്. ഇപ്പോൾ ഗൈസ് നമ്മൾ ഒരു 15-20 കിലോമീറ്റർ യാത്ര ചെയ്ത് കാണും നമ്മുടെ വീട്ടിൽ നിന്ന്. അതായത് നമ്മുടെ വീട് കാലിക്കട്ടുന്നു. അപ്പോൾ എല്ലാവരും മുമ്പിൽ പോയി, നമ്മളാണ് ബാക്കിൽ. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, നമ്മൾ സ്വാഭാവികമായിട്ട് ബാക്കിലോട്ടായിരിക്കും നിൽക്കുന്നത്. അതെപ്പോഴും അങ്ങനെയാണല്ലോ. അങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയാൽ നമുക്ക് ആ ചോട്ടാ ബീച്ച് അത് കാണാൻ പറ്റും. ഗൈസ് ഇങ്ങനെ ഒരു ഇറക്കമാണ് നമുക്ക്. ജസ്റ്റ് ഇങ്ങനെ, അതായത് കല്ലും മുള്ളും നടന്ന പാതയാണിത്. അപ്പോൾ ഇവിടെ സൈഡിൽ നോക്കിയാൽ മൊത്തം നമുക്ക് ഫുള്ള് കാടായി. അതായത് ഫോറസ്റ്റ് റിസർവ് ഏരിയയുടെ അടുത്തിൽ കൂടെയാണ് വന്നത്. നമ്മൾ അതിൽ കൂടെയാണ് വണ്ടി ഓടിച്ച് വന്നത്. അപ്പോൾ ഇതുമാതിരി ഒരു കാടിൻ്റെ അകത്തു കൂടെ വേണം പോകാനായിട്ട്. അപ്പോൾ ഗൈസ് എന്തോ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട് അവിടെ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ബീച്ച്. എങ്ങനെയുണ്ട് നോക്കിയേ. അതായത് ടൂറിസ്റ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും വരത്തില്ല. ഞാൻ നമ്മുടെ വ്ളോഗ് വഴി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കവർ ചെയ്യണമെന്ന് വിചാരിച്ചാണ് വ്ളോഗ് ചാനൽ തുടങ്ങിയത് തന്നെ. ഇവിടെ ഏകദേശം ഒത്തിരി പേരുണ്ട്. ഇന്നൊരു പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ടായിരിക്കും ഇവിടെ ഒത്തിരി പേര് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു വിശാലമായ ബീച്ചാണ്. ഇനിയിപ്പോൾ ഇതിൽ നമ്മുടെ പിള്ളേർ അവിടെ പോയി എന്ന് വേണം കണ്ടുപിടിക്കാൻ. ഇത് കണ്ടോ. അപ്പോൾ അതായത് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, നല്ല ലോങ് ബീച്ചാണിത്. അപ്പോൾ നമ്മൾ ആ പിള്ളേരവിടെ പോയി നോക്കട്ടെ. നമ്മൾ പിള്ളേരെ എങ്ങോട്ട് പോയി എന്നറിയത്തില്ല, കാരണം ഒത്തിരി പേര് ഇന്ന് വന്നിട്ടുണ്ട്. ഇതിലും കൂടുതൽ റഷ് ആവാറുണ്ട്, പക്ഷേ ഇന്ന് വന്നൊരു മാക്സിമം ലീവൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. അപ്പോൾ നമുക്ക് ആ പിള്ളേരെ എവിടെയാണെന്ന് നോക്കാം ഫസ്റ്റ്. ഒത്തിരി പേര് ഇതിനകത്ത്, അതായത് ബീച്ചിലോട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ടായി. അപ്പോൾ ഗൈസ് നമ്മൾ അവരെ കണ്ടുപിടിച്ച്, അതായത് 1 എൻഡിൽ നിന്ന് 2nd എൻഡ് വരെ വന്നപ്പോഴാണ് അവരിവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാവരുടെയും സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കുപ്പി, ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡുണ്ട്, വെള്ളമുണ്ട്, എല്ലാം നമ്മളിവിടെ വെച്ചു. ഇനി എല്ലാവരും പോയി നോക്കി. നമ്മുടെ ഫോൺ വാട്ടർ പ്രൂഫ് അല്ലല്ലോ, അതുകൊണ്ട് അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഗൈസ് കണ്ടോ, ഇവരെല്ലാം വെള്ളത്തിൽ ഇറങ്ങി തുടങ്ങി. അപ്പോൾ അതായത് കുറച്ച് വ്ളോഗിങ് ചെയ്തതിന് ശേഷം ഇറങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ നോക്കിയ പിള്ളേർ അങ്ങനെ കുറച്ച് വ്ളോഗിങ് ചെയ്തതിന് ശേഷം ഞാൻ ഇറങ്ങാം. അതായത് മാക്സിമം അതിന് പോകുന്ന അവിടം വരെ പോകാൻ പറ്റും. അതിൽ കൂടുതൽ അങ്ങോട്ടേക്കൊന്നും പോകാൻ പാടില്ല. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് നമ്മൾ നല്ല വീതിയുള്ള ബീച്ചാണത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് മുന്നിലോട്ട് പോകാം. പിന്നെ അവിടെയൊക്കെ നോക്കിയാൽ കുറച്ച് പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്ന കാണാം. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഒരു പൊളി ലൈഫാണ് ഇവിടെ.
അപ്പോൾ ഗൈസ് ഇതാണ് ആ പഴം. കണ്ടോ ഞാനിത് ആൻഡമാനിൽ ഇപ്പോഴാണ് കാണുന്നത്. ഈ പഴം ഞങ്ങൾക്ക് ചിടിയാട്ടാപ്പൂ ബീച്ചിൽ പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അതെനിക്ക് ഇപ്പോഴാണ് ഇത് കണ്ടത്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഈ മരത്തിനെ കണ്ടത്. അതിനി വിഷമുള്ളതാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. സെർച്ച് ചെയ്ത് നോക്കേണ്ടി വരും. ഇതുമാതിരിയുള്ള മഴത്തിലാണ് ആ പഴം കിളിക്കുന്നത്. കേട്ടോ ഗൈസ്, ഇത് വെളിയിൽ കിട്ടുന്നതാണോ വെളിയിലൊക്കെ കാണാൻ പറ്റുന്നതാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കണ്ടോ, ഇതുമാതിരിയുള്ള മരങ്ങളിലാണ് അത് കിളിക്കുന്നത്. നല്ല ഓറഞ്ച് കളർ പഴം. ഇതിനി വിഷമുള്ളതാണോ വിഷം ഇല്ലാത്തതാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. സുനാമിയിൽ അടിച്ചുപോയ മരങ്ങളാണ് ഇതെല്ലാം. ഇനി നമുക്ക് ചോട്ടാ ബാലു ബടാ ബാലു എന്താന്ന് കാണാം. ചോട്ടാ ബാലു ബടാ ബാലു എന്നാണ് ഇവിടെ പറയുന്നത്. ചോട്ടാ എന്ന് പറഞ്ഞ ചെറിയ ബാലു, ബടാ എന്ന് പറഞ്ഞ വലിയ ബാലു. അപ്പോ ഈ ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലമാണ് ചോട്ടാ ബാലു എന്ന് പറയുന്നത്. ഈ സ്ഥലത്തെ ചോട്ടാ ബാലു അങ്ങേ അപ്പുറത്ത് പോയാൽ അത് ബടാ ബാലു ആയി മാറുക. അവര് കളി മതിയാക്കിയോ? അങ്ങേ അപ്പുറത്ത് പോയാൽ ബടാ ബാലു ആവുക. അത്രേ ഉള്ളു ഡിഫറൻസ്. ഗൈസ്, ഫാമിലി ആയിട്ട് വരാൻ ബെസ്റ്റ് സ്പോട്ടല്ല, ഫ്രണ്ട്സ് ആയിട്ട് വരാൻ ഇത് ബെസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സായിട്ട് നമുക്ക്, അതായത് ആൻഡമാനിൽ താമസിക്കാത്ത ടൂറിസ്റ്റുമാർ ഇവിടെ കൂടുതൽ വരാറില്ല. ഒരു യൂട്യൂബ് വീഡിയോ പോലും ഈ ബീച്ചിനെ കുറിച്ച് ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ടൂറിസ്റ്റ് ആരും ഇങ്ങോട്ട് വരാറില്ല. ഇവിടുത്തെ ടൂറിസ്റ്റ് ഇവിടുത്തെ വ്ളോഗ് ചെയ്യാറുണ്ട്. ഞാൻ മിക്ക യൂട്യൂബിലും അതൊക്കെ നോക്കിയിട്ടാണ് വന്നത്. അപ്പോൾ എങ്ങനെയോ ഇത് പ്ലാൻ സത്യത്തിൽ ഇവിടെ ഇല്ലായിരുന്നു. അതായത് ആദ്യം ഞങ്ങളുടെ പ്ലാൻ ഇട്ടില്ലായിരുന്നു എന്താ കാര്യം. അങ്ങനെ പെട്ടെന്നാണ് ഇത്രയും പിള്ളേരുമായിട്ട് ഞങ്ങൾ വരുന്നത്. അപ്പോൾ കളി തുടങ്ങി, ക്രിക്കറ്റ് കളിയാണ്. ഇത് നമുക്ക് കുറച്ചു നേരം ക്രിക്കറ്റ് കാണാം. അപ്പോൾ ഗൈസ്, ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ സ്വിമ്മിങ് ചെയ്യാൻ പറ്റി കുറച്ച് നേരം, പിന്നെ ഡൈവ് ചെയ്യാൻ പറ്റി. ക്യാമറ എടുത്തുകൊണ്ട് പോയത് റിസ്ക് ആയിരുന്നു, എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ ഒരു സമയം ഇപ്പോൾ ഏകദേശം ഒരു 5 മണി സമയമായി. അപ്പോൾ തിരിച്ചു പോകാൻ തന്നെ ഒരു മേ ബി ഒരു 1 അവറിന് മേളിലെടുക്കും. തിരിച്ചു പോവുക ഗൈസ്. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ഇനിയിപ്പം എപ്പോഴാണ് എടുക്കാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ശരി, ബൈ, ടാറ്റാ.